കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് 1000 കോടി രൂപ പിന്നിട്ടതോടനുബന്ധിച്ച് ഗ്രാൻഡ് 1000 പരിപാടി സംഘടിപ്പിച്ച് കേരള വിഷൻ. ആഘോഷ പരിപാടികൾ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കേരള വിഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള 200-ൽ പരം കമ്പനികളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ 6ാമത്തെ ഇന്റർനെറ്റ് സേവനദാതാവാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. ഗ്രാമീണ മേഖലയിലെ വയേർഡ് ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളുടെ പട്ടികയിൽ കേരള വിഷൻ 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് 1000 കോടി രൂപ പിന്നിട്ടതിന്റെ അനുമോദന സമ്മേളനമാണ് ഗ്രാൻഡ് 1000. കൊച്ചി താജ് വിവാന്തയിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. നിറഞ്ഞ കൈയടി ഉരട്ടെ. 12 ലക്ഷത്തിലധികം കണക്ഷനുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ്. കേരളത്തിന്റെ അഭിമാന പദ്ധതിയെ കെ-ഫോണിലും കേരള വിഷൻ പങ്കാളിയാണ്. ഏകദേശം നിങ്ങളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് കെ-ഫോണും ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അടുത്ത തവണത്തിൽ 1000 കോടി ക്ലബിൽ കേരള വിഷനും കേരളത്തിന്റെ അഭിമാനമായി വന്നു. നിങ്ങളും ആ ഭാഗമായിരിക്കുകയാണ്. പ്രാദേശിക ചാനലുകളുടെ ഈ കൂട്ടായ്മ നാട്ടിൽ നടക്കുന്ന പോസിറ്റീവായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ സഹായകരമായിരിക്കും. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് അതിനകത്തും വന്നിരിക്കുന്നു. ഒരു അക്കം കൂടി കിടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ചടങ്ങിൽ ഡിസ്നി കൺട്രി ഹെഡ് കെ മാധവൻ മുഖ്യാതിഥിയായിരുന്നു. ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന TSP പ്രൊമോ വീഡിയോയുടെ പ്രദർശനം കെ മാധവൻ ഉദ്ഘാടനം ചെയ്തു. The new is coming from the House of Kerala Vision, which boasts a robust network serving over 3 million customers across Kerala. Are you confused about setting up your building's smart infrastructure? Want to save time, cost and manpower in managing IT and building systems? Looking for a total solution provider involved in both macro and micro level IT-enabled services and building management systems? You have the vision. Your needs inspire our innovation. At Kerala Vision, we are here to lead the way. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. വൻകിട കമ്പനികളിൽ നിന്നുള്ള കടുത്ത മത്സരവും വെല്ലുവിളികളും അതിജീവിച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ കേബിൾ ടിവിയിലേക്കുള്ള പരിവർത്തനം പൂർത്തിയാക്കാൻ സാധിച്ചതായി പ്രവീൺ മോഹൻ പറഞ്ഞു. ഞങ്ങൾ മത്സരിക്കുന്നത് ഏതെങ്കിലും ചെറുകിട മേഖലയിലെ ആളുകളോടല്ല. ഈ രാജ്യത്തിനകത്തെയും പുറത്തെയും വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ് ഞങ്ങളുടെ എതിരാളികൾ. എത്രയോ ലക്ഷക്കണക്കിന് കോടി ടേൺ ഓവറുള്ള വലിയ റിലയൻസ് പോലുള്ള, അല്ലെങ്കിൽ അതേപോലെ തന്നെ എയർടെൽ പോലുള്ള, റെയിൽടെൽ അതുപോലുള്ള വലിയ വലിയ കമ്പനികൾ, ഭാരതി എയർടെൽ പോലുള്ള വലിയ കമ്പനികൾ. അപ്പൊ അത്തരം കമ്പനികളോട് മത്സരിച്ചുകൊണ്ടാണ് കേരള വിഷൻ ഈ വലിയ നേട്ടത്തിലേക്ക് എത്തിയത്. ഡിസ്നി കൺട്രി ഹെഡ് കെ മാധവൻ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാന്റ് പ്രഖ്യാപനം KCCL MD PP സുരേഷ് കുമാർ നിർവഹിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു. കേരള വിഷൻ പുതുതായി ആരംഭിക്കുന്ന യുവ എന്റർടൈൻമെന്റ് ചാനലിന്റെ ലോഗോ പ്രകാശനം മുരളി തുമ്മാരുകുടി നിർവഹിച്ചു. കേബിൾ ഓപ്പറേറ്റർമാർ, ഡിസ്ട്രിബ്യൂട്ടർമാർ, സബ് ഡിസ്ട്രിബ്യൂട്ടർമാർ തുടങ്ങി 1000 കോടി എന്ന നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA, MV ശ്രേയാംസ്കുമാർ, R ശ്രീകണ്ഠൻ നായർ, ആൻഡോ അഗസ്റ്റിൻ, ഫ്രാങ്ക് P തോമസ്, ഷകിലൻ പത്മനാഭൻ, PR സതീഷ്, ശിവകുമാർ R, റെജി S, ബിനു ശിവദാസ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ സന്നിഹിതരായി. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.